നമസ്കാരമുണ്ട്. ഞാൻ ശിവദാസൻ, തിരൂര് പുതിയങ്ങാടി. നുണ പറയുന്ന ആ പരിപാടി എനിക്കില്ല. താഴെ വന്നിട്ടുള്ള കമന്റിലെ ആളുകളോട് ശിവദാസൻ തന്നെ പറയണം എന്നുള്ളതുകൊണ്ടാണ് ആ, നമ്മളിപ്പോ വീണ്ടും നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഒരുവിധ 2-4 പഞ്ചായത്തിനെ അറിയുന്ന ആൾക്കാരൊക്കെ വീരപ്പൻ ശിവൻ എന്നാണ് എന്നെ വിളിക്കുന്നത്. അന്ന് 50,000 ഉണ്ടോ, അന്ന് 50,000 കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു. 50,000 എന്ത് മുട്ടാണ്? 1 കിലോ ആനക്കൊമ്പും 3,000-നല്ലേ വെക്കുന്നത്. അന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നെ നേരെ വീട്ടിലേക്കല്ല പോരുന്നത്, നേരെ വീണ്ടും പണിക്കാണ് പോകുന്നത്. ആ, അതെന്താന്നാ ചോദിക്കുന്നത്. അത് അവിടെ 45-48 കൊല്ലത്തെ പരിചയമുണ്ട്. എല്ലാരും എന്നെ അറിയാം. ശിവസേട്ടാ, ആ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിന് ശേഷം കുറേ ആളുകൾ നമ്മളെ വീഡിയോ കണ്ടു, ആ, ഒരുപാട് ആളുകൾ കണ്ടു. പല ആളുകളും അതിന്റെ കമന്റിലൊക്കെ കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചു. ആ, കുറെ ആളുകൾ പറഞ്ഞു ശിവാസേട്ടൻ പറയുന്നത് ബഡായി ആണെന്ന് പറഞ്ഞു. ആ, അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകളായിരുന്നു. ആ, നമ്മൾ ഇപ്രാവശ്യം ശിവാസേട്ടനെ കാണുമ്പോൾ ആ, അവരുടെ കുറെ കാര്യങ്ങൾ, അവർ ചോദിച്ച കുറെ കാര്യങ്ങൾ ശിവാസേട്ടനോട് ചോദിക്കണം, പുതിയ കഥകൾ കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം ചോദിച്ചിരുന്നത്, 5 മാസത്തോളം വീരപ്പന്റെ കൂടെ നിന്നു, ആ. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നെ നേരെ വീട്ടിലേക്കല്ല പോരുന്നത്, നേരെ വീണ്ടും പണിക്കാണ് പോകുന്നത്. ആ, അപ്പൊ ഉക്കടൻ ലോറി പാട്ടിലേക്കാണ് പോകുന്നത്. അതെന്താന്നാ ചോദിക്കുന്നത്. അത് അവിടെ 45-48 കൊല്ലത്തെ പരിചയമുണ്ട്. എല്ലാരും എന്നെ അറിയാം. കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ ഡബിൾ ഡ്രൈവറായിട്ട് പോവുകയാണ്, കോയമ്പത്തൂരുകാരന്റെ ലോറിയിൽ. ലോറിയിൽ നിന്നാണ് പിടിക്കുന്നത്. ലോറി എന്ന് പറഞ്ഞാല് പട്ടുപൂച്ചി പുഴുവിന്റെ തട്ട് കയറ്റിയിട്ട് അഹമ്മദാബാദ് പോണം. അതവിടെ ഇറക്കിയിട്ട് ഷീമുഖ വന്ന്, ഷീമുഖന്ന് ബിരിയാണി അരി കയറ്റിയിട്ട് പൂനെ പോയി. പൂനെന്ന് ഉരുളൻകിഴങ്ങ് കയറ്റിയിട്ട് നാഗർകോവിലിൽ പോയി, തമിഴ്നാട്. അവിടുന്ന് തൂത്തുക്കുടിക്ക് കാലി വന്നെങ്ങാണ്ട് ഉപ്പിന്റെ കണ്ടത്തിന്റെ വേസ്റ്റ് കയറ്റിങ്ങാണ്ട് കോയമ്പത്തൂര് ACC സിമെന്റ് ഫാക്ടറിക്ക് വന്ന് അവിടുന്നാണ് കർണാടക പോലീസ് പിടിക്കുന്നത്. ശരി. അപ്പോ നമ്മള് നുണ പറയുന്ന ഇതിനെ ഈ നുണ പറയേണ്ട ആവശ്യം എന്താണ്? നമുക്ക് ഇതിൽ ഒരു 10,000-20,000 ഒറ്റ കിട്ടുമോ? അല്ല, അത് ഞങ്ങൾക്ക് അറിയാലോ. പക്ഷെ നമ്മൾ അതിൽ താഴെ വന്നിട്ടുള്ള കമന്റിലെ ആളുകളോട് ശിവാസേട്ടൻ തന്നെ പറയണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ വീണ്ടും നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഒരുവിധ 2-4 പഞ്ചായത്തിനെ അറിയുന്ന ആൾക്കാരൊക്കെ വീരപ്പൻ ശിവൻ എന്നാണ് എന്നെ വിളിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ ചാനലും കൂടി കണ്ടപ്പോഴുണ്ടല്ലോ, ഗൾഫിൽ നിന്ന് വരെ നമ്മളെ സ്നേഹിതന്മാരും കണ്ട് ഫോൺ വിളിക്കുകയാണ്, ഗൾഫിലേക്ക് മെസ്സേജ് വിട്ടുകൊടുക്കുകയാണ്. അവിടെ നിങ്ങണ്ട് വരുന്നു. ഏത് ശരിയാ. ഞാനെന്ന് പറഞ്ഞാല് കോഴിക്കാട്ട് ആട്ടുംകാട്ടത്തിന്റെ ബിസിനസ്സാണ്. ഞാൻ സുൽത്താൻ ബത്തേരിക്ക് ജോലി തേടി പോയതാണ്. അവിടെ അന്ന് 200 റുപ്യ കൂലിയല്ലേ ഉള്ളൂ. ഇതേറ്റ് ലോഡ്ജിന്റെ വാടക കൊടുക്കുക, ഭക്ഷണം കഴിക്കുക. ഇപ്പൊ കൂടുതൽ കാശ് കിട്ടുന്ന ജോലിക്കാണ് പോയത്. കർണാടക തമിഴ്നാട് കാട്ടുന്നേ ചന്ദനം തലയിൽ ഏറ്റിക്കൊണ്ടിരുന്ന ജോലിക്കാണ് പോയത്. അങ്ങനെ 4 പ്രാവശ്യം കൊണ്ടുവന്ന് 40,000 കിട്ടി. മുല്ലപ്പള്ളി ലോഡ്ജുകാരൻ്റെ അടുത്ത് കുടിക്കാൻ കൊടുത്തിട്ട് 5-ാമത്തെ പ്രാവശ്യം പോകുമ്പോഴാണ് സത്യമംഗലം കാട്ടുന്ന വീരപ്പനെ കണ്ടുമുട്ടുന്നത്. ഞാൻ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓയിലിന്റെ ടിന്നൊക്കെ വെട്ടി ഓട്ട തുളച്ചിട്ടേ 3 കല്ലൊക്കെ വെച്ചിങ്ങാണ്ട് ചോറുണ്ടാക്കുകയാണ്. അപ്പോഴാണ് ഈ പായന്റെ വരവുണ്ടായത്. മുമ്പിൽ എരുത്ത് വന്നിട്ട് പറഞ്ഞ് എന്തോ ഒരു CID ഇൻഫർമേഷന്റെ ആള് ഏത് നാട്ടിൻ്റെ ആണെന്ന്. തമിഴ്നാട്ടിന്റെ, കർണാടകത്തിന്റെ, കേരളത്തിന്റെ ആണെന്ന്. ഞാൻ പറഞ്ഞ അണ്ണ ഒരു നാട്ടിന്റെ CIDകളല്ല, ഞങ്ങൾ വീട്ടിൽ കരി വാങ്ങണ്ടേ മക്കൾക്ക്, അതിനും വേണ്ടി വന്നതാണ് ജീവൻ പണയം വെച്ചിട്ട്. നിങ്ങളെ കണ്ടുമുട്ടുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഒപ്പമുള്ള ആൾക്കാരൊക്കെ നാവ് ഇറങ്ങിപ്പോയി, ഒരിക്കൽ സംസാരിക്കാൻ വയ്യ. അപ്പൊ ഞാനിത് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞ് നിങ്ങളെ ഒറ്റി കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ തന്നെയാണ് അരി വാങ്ങണ്ടേ കരിയിലേക്ക്. വേറെ തെങ്ങും തോട്ടവും കഴുങ്ങും തോട്ടവും റബ്ബർ എസ്റ്റേറ്റ് ഒന്നും നമുക്കില്ല, നമ്മൾ കൂലിപ്പണിക്കാരാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞ് നമ്മളെ സ്പോട്ടിലേക്ക് പോവുക, ഇവിടെ സ്ഥലം ശരിയല്ല എന്ന്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനില്ല നിങ്ങളൊപ്പം. ഞാൻ ചന്ദനത്തിന് വന്നാണ്, നിങ്ങളെ തെരഞ്ഞിട്ട് 6,000 മിലിറ്ററിയാണ് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്നത്.
ഓല് വളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മയ്യത്താവൂല. അതുകൊണ്ട് ഞാനില്ല തീർത്തും പറഞ്ഞു. മൂപ്പരപ്പൊ പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കണത് SLR ആണ്, എനിക്കറിയോന്ന് ചോദിച്ചു. ഈ തോക്ക് ഇപ്പൊ തന്നെ ആണ്ട് വെടിവെച്ചാണ്ട് ഇടുന്നു. എന്നാ പിന്നെ വെടിവെച്ചിട്ടാളി, അതന്നെയല്ലേ നല്ലത്. നിങ്ങളെ തെരഞ്ഞെടുക്കണ മിലിറ്ററിക്കാരെ പിന്നെ വെടികൊണ്ട് മരിക്കണേനേക്കാളും നിങ്ങൾ എന്നാണ്ട് വെടിവെച്ചാളിന്ന്. അപ്പൊ മൂപ്പര് പറഞ്ഞ എന്നൊന്നും വെടിയൊന്നും വെക്കൂല, എൻ്റെ ഒപ്പം 5 മാസം പണിയെടുക്കണമെന്ന്. അപ്പൊ എന്താ പണിന്ന് ചോദിച്ചു ഞാൻ. ഞങ്ങൾ പോകുന്നിടത്തേക്കെല്ലാം ലഗേജ് ഏറ്റണം, അരിയും പരിപ്പും ഭക്ഷണ സാധനങ്ങളൊക്കെ ഏറ്റണം, വെള്ളം ചുമന്നു കൊണ്ടിരണം, ഇതാണ് പണിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുമ്പോൾ എവിടേക്കാ പോകുന്ന അടുത്ത ക്യാമ്പ് മാറ്റുമ്പോൾ ഞങ്ങളെ കൂടെ ഈ ലഗേജ് ഏറ്റിട്ട് വരണം എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. ഞാൻ കുറേ പറഞ്ഞു, ഞങ്ങൾ ഏതെങ്കിലും റോഡ് സൈഡ് കൊണ്ടുപോയിട്ട് വിട്ടാൽ ഞാൻ അവിടുന്ന് ബസ് കയറി പോയിക്കോളാം. എന്ത് പറഞ്ഞിട്ട് എന്താ വിടുന്നില്ല. അങ്ങനെ 5 മാസമായി. 1 മാസം കഴിഞ്ഞു വിടുമ്പോൾ തന്നെ ഒരു 75 ബറ്റാലിയൻ മിലിറ്ററി വളഞ്ഞ് കിഴക്ക് ഭാഗത്തുള്ള കാവക്കാരെ വടക്കോട്ട് ഓടി. പോലീസ് എന്ന് പറഞ്ഞു കണ്ട്. അപ്പൊ തന്നെ ഇവിടെ റെഡിയായി, വീരപ്പൻ റെഡിയായി. അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ അണ്ണാച്ചി ഞങ്ങൾ ആൾക്കാരെ കൂടെ പോയിക്കോളി അടുത്ത സ്പോട്ടിലേക്ക്. ഏറ്റുമുട്ടിയതിൻ്റെ പേരിൽ ഞാൻ ഒരു കൈ നോക്കിയിട്ട് വരാന്ന്. അങ്ങനെ ഭയങ്കര കട്ടിങ് ആണ്. കിഴക്ക് ഭാഗത്തു നിന്നാണ് ഇവർ വരുന്നത്. കിഴക്കുന്നും തെക്കുന്നും വടക്കുന്നും ആകെ വളഞ്ഞു വരിക. അപ്പൊ പോകുമ്പോ ഒരു പാത്രവും കുറച്ച് രാഗിപ്പൊടി ഉണ്ടായിരുന്നു, അത് ഞാൻ കയ്യിലെടുത്ത്. അപ്പോ ഞങ്ങൾ അത് മായാർ സ്പോട്ടിലേക്ക് ചെന്ന് അവിടെ എത്തി. ഇല്ലൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴും വീരപ്പന്, സേത്തുക്കുളി ഗോവിന്ദൻ, മൂപ്പര് അഞ്ചൻ, അർജുനനും കൂടി ഞങ്ങൾ സ്പോട്ടിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണൻ ഭയങ്കര തൃശ്ശൂർ പൂരാണല്ലോ നടന്നിട്ടുള്ളത്, വെടിയോട് വെടിയാണല്ലോ. അപ്പൊ മൂപ്പര് പറഞ്ഞ് ഞാൻ മനസ്സാറെ 20 ആളെ കൊന്നു, 20 ആളെ വെടിവെച്ച് കൊന്നു. നീ ആ കട്ടിങ്ങിരിക്കൊണ്ട് ഇറങ്ങുമ്പോ ഒരു VSF-കാരൻ നിന്നെ തോക്കിങ്ങനെ ചൂണ്ടിയിട്ട് ഉന്നം പിടിച്ചിങ്ങാണ്ട് ഇരിക്കായിരുന്നു. അവനെ ആ മുതുകത്തൊന്നാണ്ട് കൊടുത്തു. ആ VSF-കാരൻ തോക്ക് പിടുത്തം വിടാതെ അയാളെ തോക്ക് നെഞ്ഞത്ത് വെച്ചിട്ട് എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു വീരപ്പൻ. നമ്മളെ ഈ ചന്ദനത്തിനാണ് പോയതെന്ന് പറഞ്ഞല്ലോ. അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു അങ്ങനത്തെ ആ ഒരു ഇതെന്തായിരുന്നു? ചന്ദനത്തിന്റെ ടീമുകളൊക്കെ എങ്ങനെയായിരുന്നു ആ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചത്? അത് കണ്ടമാനം കേരളത്തിലത്തെ തിരുവനന്തപുരം, ചാലക്കുടി, തൃശ്ശൂര്, തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ അല്ലേ ചന്ദനം തലച്ചോമുടിനായിട്ട് സുൽത്താൻ ബത്തേരിക്ക് വരുന്നത്. 2 ചന്ദന ഫാക്ടറി ഉണ്ടല്ലോ അവിടെ. എന്നിട്ട് ഇങ്ങനെ ഓരോ മേസ്ത്രി അങ്ങനെ ഇത് വഴികാട്ടികളുണ്ട്. അത് കാട്ടിൽ വഴിയറിയുന്ന ആൾക്കാർ കൊണ്ടുവരണം. അപ്പൊ അവർക്ക് 20 രൂപ 1 കിലോത്തിന്റെ മുകളിൽ കമ്മീഷൻ ഉണ്ടാവും. ശരി. അങ്ങനെയാണ്. ഇഷ്ടമാതിരി മേസ്ത്രിമാരുണ്ട്, കാടറിയുന്ന ആൾക്കാര്. അപ്പൊ അവരൊക്കെ എന്നിട്ട് വീരപ്പന്റെ അതിലേക്ക് വീരപ്പൻ വേറെ, ഇത് കേങ്ങ് വേറെ. ശരി. സുൽത്താൻ ബത്തേരി നായിക്കട്ടി ഇസ്മയില്. സുൽത്താൻ ബത്തേരി കഴിഞ്ഞിട്ട് ഗുണ്ടിൽപേട്ട റോഡിന് കല്ലൂരിന്ന് റൈറ്റിലേക്ക് റോഡുണ്ട്, അവിടെ ഗോപി എന്ന് പറഞ്ഞ ആളുണ്ട്. മൂപ്പര് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനം പിന്നെ നമ്മളോട് മേടിച്ചിങ്ങാണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ചന്ദന ഫാക്ടറി. സേട്ടുവിൻ്റെ ആണ്, ബാംഗ്ലൂർ സേട്ടുവിൻ്റെ. മൂപ്പര് ഇടനിലക്കാരനായിട്ട് അവിടെ കൊടുക്കും. മൂപ്പര് വലിയ പൈസയാണ്. 40 ആളെ 50 ആളെ ചുമടല്ലേ. ഗോപിയാണ് പേര്, പാലക്കാട്ടുകാരൻ, ചന്ദന ഏറ്റാൻ വേണ്ടി വന്ന ആളാ. ഇന്ന് കോടീശ്വരനാണ്. അന്ന് സ്ഥിരമായിട്ട് അങ്ങനെ വിശ്വാസമായിട്ടും പോയിരുന്നോ? ഇത് ഞാൻ 5 പ്രാവശ്യമല്ലേ പോയിട്ടുള്ളൂ. 5 പ്രാവശ്യം. അപ്പൊ കിലോമീറ്റർ നടന്നു വരണോ അല്ലേ? സത്യമംഗലം എവിടെയാ കിടക്കുന്നത്? സുൽത്താൻ ബത്തേരി എവിടെയാ കിടക്കുന്നത്? നടത്തം തന്നെ. ഞാനെനിക്ക് ചേരാൻ വേണ്ടിയിട്ട് പിന്നെ വാസു എന്ന് പറഞ്ഞ കാട്ടിക്കുളം ഉള്ള വാസു എന്ന് പറഞ്ഞ മൂപ്പരോട് ചോദിച്ചാൽ പറഞ്ഞു തിരിച്ചു വരുന്നൊന്നും വിചാരിച്ചിട്ട് ഞങ്ങളൊപ്പം ചന്ദനത്തിന് വരണ്ട. വീരപ്പനെ തെരഞ്ഞെടുക്കുന്ന 6000 മിലിറ്ററി ഉണ്ട്. അപ്പൊ തിരിച്ചു വരും, ഭാര്യയും കുട്ടികളെ ഒന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടൊന്നും പൈസ മോഹിച്ചിട്ട് വരണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി. ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, ഞാൻ വരാന്ന്. ഇവിടെ പൈസ ഇല്ലാതെ എന്തെങ്കിലും ഒരു മുതൽ കിട്ടും, ഒരു ബസ് കയറണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ. ശരിക്കും 5 മാസം ആണ് കറക്റ്റ് ഉണ്ടായിരുന്നത്. 5 മാസത്തിന്റെ ഇടയ്ക്ക് കഴിഞ്ഞതിലൊക്കെ നമ്മളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. സേത്തുക്കുളി ഗോവിന്ദനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവങ്ങൾ എന്താണ്? നല്ല പെരുമാറ്റാണ്, ആരെയും വിശ്വസിക്കൂല. പിന്നെ വിശ്വാസമായി പോയി. നമ്മൾ ഉള്ളത് മാതിരിക്ക് പറയും. ഇതിലൂടെ വളഞ്ഞ വഴി എനിക്കറിയില്ല.
എന്താ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ കാരണം എന്തായിരുന്നു? അങ്ങനെ കാരണം അവൻ നമ്മളെ പെരുമാറ്റം നോക്കുകയാണ്, നമ്മളെ ജോലി പ്രവൃത്തി നോക്കുകയാണ് അവന്. അപ്പൊ അവന് വിശ്വാസമായി. അപ്പൊ ഭക്ഷണം കഴിക്കേണ്ട നേരത്ത് അവൻ കാവലിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ ഇരുത്തിയിട്ട് എന്റെ കയ്യിൽ തോക്ക് വന്നെങ്ങാണ്ട് പോകാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചു വരും. പിന്നെ തോക്കിന്റെ ട്രെയിനിങ് പഠിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വെടിവെക്കാനും ആന വെടിവെക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് പഠിക്കണമെങ്കിൽ പഠിക്കാം. അപ്പോ തിരിനോട്ട് തിരി തോക്കുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ ആദ്യക്കുണ്ടായിരുന്നു, ആ കത്തി ഫ്രണ്ടിലുണ്ടായിരുന്നേ, അങ്ങനെ നീണ്ടിട്ടുള്ള അതൊക്കെ പഠിച്ച്, SLR പഠിച്ച്, പിന്നെ ഡബിൾ ബാർ, സിംഗിൾ ബാർ, മസിൽ ലോഡ്, ആന വെടി വയ്ക്കുന്ന നാടൻ, അതൊക്കെ പഠിച്ച്. ഇപ്പൊ മറന്നിട്ടാ കൊറേ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഓൻ പറഞ്ഞു തന്ന മാതിരിക്കൊക്കെ ചെയ്ത്. അപ്പോ ഇപ്പൊ അത് പറ്റ മറന്നു ഞാനത്. അത് 2-3 ലോക്ക് തുറക്കാണ്ട് SLRന്റെ കുത്തനെ നിർത്തിയിട്ട് ഒരു സാധനം ഉണ്ട് അമർത്തിങ്ങാണ്ട് വിടണം. അപ്പൊ വിട്ടിട്ടുണ്ടെങ്കിൽ റൗണ്ട്സ് കേറി. പിന്നെ 2 ലോക്ക് തുറക്കണം റൗണ്ട്സ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോ തോക്കിന്റെ ചട്ട ഇവിടെയാണ് വെക്കുക, ഇതിന്റെ ഇടയില്. തെര അങ്ങോട്ട് പോകുമ്പോ ഇവൻ ഇങ്ങോട്ടുണ്ട് ഒരു വരവ്. അപ്പോ അത് ആരോഗ്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഛർദിക്കും, ചോര ഛർദിക്കും. അപ്പൊ അത് ഉന്നം പിടിച്ചതിന് ശേഷം തള്ളവിരലുകൊണ്ട് ഒരു ലോക്ക് തുറക്കാണ്ട്, ആ ലോക്ക് കൊണ്ട് തുറന്നുങ്ങാണ്ട് കറക്റ്റായിട്ട് പിടിച്ചാൽ കറക്റ്റായിട്ടാണ്ട് പോകും. ഇത് പഠിപ്പിച്ചത് സേതുക്കുളിയാണോ? ബേത്തുകുളി പോന്നെ. ഇങ്ങനെ ആ ഒരു വിശ്വാസം നേടിയെടുക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഇവര് വിദ്യാഭ്യാസം കുറവാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമാന്മാരാണ് ഇവര്. നമ്മളെ പ്രവൃത്തി നോക്കും അവര്. ഇപ്പൊ ഓടി പോകുവോ, ഉറങ്ങിക്കിടക്കുമ്പോ നമ്മളെ തന്നെ വെടിവെച്ചിങ്ങാണ്ട് ഇവര് രക്ഷപ്പെടുവോ എന്നൊക്കെ അവര് നോക്കും. നമ്മള് പിന്നെ ആ വക വിചാരമൊന്നും ഞമ്മക്കില്ലല്ലോ. ഇവരെ വെടിവെച്ച് കൊന്നിട്ട് നമുക്ക് രക്ഷപ്പെടാനും പറ്റൂല. പോലീസുകാരെക്കാരും വലിയ ഉന്നമല്ലേ തോക്കിന്റെ കാര്യത്തില്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല നമുക്ക്. നമ്മളപ്പൊ തന്നെ വെടിവെച്ച് കൊന്നിട്ട് പീസാക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അപ്പോത്തിന് ഏകദേശം ഒരു 5 മാസം ആകാനായി. ഞാൻ പറഞ്ഞ അണ്ണ വീട്ടിലൊക്കെ പട്ടിണിയാവും, ഭക്ഷണം ഉണ്ടാവില്ല, ഞങ്ങളൊക്കെ കൈകൊണ്ട് കിട്ടിയിട്ട് വേണ്ടേ. ഞങ്ങൾക്ക് പോണം, എനിക്ക് പോണം. അപ്പോ മൂപ്പര് പറഞ്ഞ ഒരു ചിദംബരനാഥ SP ഇവിടെ കരിമ്പുതോട്ടത്തിലേക്ക് വന്നു പോകാറുണ്ട്. അപ്പൊ അയാളെ കടത്തി വെച്ചിട്ട് തമിഴ്നാട് ഗവൺമെന്റിനേറ്റ് ഒരു പേച്ച് വാർത്ത നടത്തിങ്ങാണ്ട് പോകാം. അങ്ങനെയാണ് DSP അവരെ അളിയനും അഞ്ചനെയും കടത്തി വെക്കുന്നത്. അപ്പൊ അവര് കരിമ്പുതോട്ടത്തിലേക്ക് അങ്ങോട്ട് ജീപ്പിൽ പോയി. റിട്ടേൺ വേണ്ടി വരുമ്പോ വളവില് കരിങ്കല്ല് ബ്ലോക്കാക്കി. പിന്നെയാണ് കൈകെട്ടാന് അവര് ഉപയോഗിച്ചത്. ജീപ്പ് നിർത്തിയ ഉടനെ ചിദംബരനാഥ SP കൈ പിടിച്ച് കീപ്പട്ട് ഇറക്കിയിട്ട് ബാക്കിലേക്ക് കൈയിട്ടുക. ഞാൻ അതേമാതിരിക്ക് ചെയ്ത്. അപ്പൊ തന്നെ ഫ്രണ്ടിന്ന് ഞാൻ താണ്ട വീരപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് തോക്കി കൊണ്ടും. അതോടുകൂടി മൂപ്പര് പേടിക്കും. മടിയിൽ ഡബിൾ ബാർ തോക്കുണ്ട്, എടുത്തിട്ട് താഴത്തേക്ക് ഇടുക, എന്നിട്ട് ബാക്കിലേക്ക് കൈയിട്ടുക. അങ്ങനെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ചാണ്ട് പോയപ്പോ തന്നെ ഇവരെയൊക്കെ കൈയൊക്കെ കെട്ട് കഴിച്ച് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത്. അപ്പൊ തന്നെ കാട്ടില് ഞങ്ങളടുത്ത് ടേപ്പ് റെക്കോർഡുണ്ട്. ഉയർന്ന അധികാരി ഒരുവരെയും അവർ ഉണവർ ഇരുവരെയും ചന്ദനക്കടത്തൽ വീരപ്പൻ കടത്തിവിട്ട് പോയി വിട്ടത്. പിന്നെ 42 ദിവസം പേച്ചു വാർത്തയാണ്. അപ്പൊ വീരപ്പന്റെ ഡിമാൻഡുകളൊന്നും ഗവൺമെന്റിന് അംഗീകരിക്കാൻ പറ്റൂല. ഒരു SP പോയിട്ടുണ്ടെങ്കിൽ 1000 SP-മാരുണ്ട്. SP-നെ ചേർത്തിട്ട് ഫയർ ചെയ്ത് കൊന്നിട്ട് വരാനാണ് ജയലളിത അന്ന് പോലീസ് മേധാവികളോട് പറഞ്ഞത്. ആ വരവിലാണ് വളയുന്നത്. വളഞ്ഞപ്പോ പിന്നെ SP-നെയും കൈ പിടിച്ച് വീരപ്പന്റെ 2 ആൾക്കാരും ഞങ്ങൾ 3 മലയാളികളും കൂടിയിട്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഈ ശിവസുബ്രഹ്മണ്യം വീരപ്പനെ കാണാൻ വരുമ്പോഴൊക്കെ ശിവസേട്ടൻ അവിടെ ഉണ്ടോ? ഇല്ല, ശിവസുബ്രഹ്മണ്യനാണ് ആദിക്ക് വീരപ്പനെ കണ്ടുമുട്ടുന്നത്. അല്ലാതെ RR ഗോപാലനല്ല. RR ഗോപാലൻ
കണ്ടമാനം കോടി അടിച്ചു നോക്കുമ്പോ കോടീശ്വരനായി. ഇപ്പൊ ചാനലൊന്നുമില്ല. കാരണം കർണാടക നടൻ രാജകുമാർ. രാജകുമാർ അയാളെ കടത്തി വയ്ക്കുമ്പോൾ കണ്ടമാനം ചാക്കിലാണ് പൈസ വന്നത്. 10-15 ചാക്കിലാണ് കോടികൾ വന്നത്. അത് 4 ചാക്ക് മാത്രമേ വീരപ്പൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആർ ഗോവാല് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. വീരപ്പന്റെ ആൾക്കാർ 4 ചാക്കയറ്റ് പോയി. ബാക്കി ഈ മെറ്റഡോർ എന്ന് പറഞ്ഞ ആ പിക്കപ്പ് കയറ്റി ബാക്കി പൈസ കയറ്റിയും കണ്ട് മേട്ടുപ്പാളത്തേക്ക് ആ ഊരിന്റെ ഉള്ളിൽ കണ്ട് കടന്ന് പിന്നെ പോലീസിന് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വണ്ടിയുമില്ല, പൈസയില്ല. ഈ വീരപ്പന്റെ മരണത്തിന് ശേഷം ഈ പൈസക്ക് വേണ്ടിട്ടല്ലേ കാട്ടിന്റെ ഉള്ള ആളുകള് തെരഞ്ഞു നടന്നിരുന്ന് കിട്ടിയിട്ടില്ല. അതൊക്കെ സൂത്രപ്രകാരാണ്. ഒരു മുള്ളും ചെടി ഉണ്ട്. ഈ മുള്ളും ചെടിന്റെ അടിയിലാണ് മാന്തുക. ആദ്യക്ക് പ്ലാസ്റ്റിക്കിന്റെ കവർ 3 കവറിൽ ഈ പൈസ ഇടും. എന്നിട്ട് പിന്നെ 3 കവർ പ്ലാസ്റ്റിക്കിന്റെ ചാക്കിലാക്കിയിട്ട് കെട്ടും. കെട്ടിയിട്ട് കുഴി കുത്തിയിട്ട് കുഴിച്ചിടും. എന്നിട്ട് ആ പുതിയ മണ്ണുണ്ടല്ലോ, അടിയത്തെ മണ്ണ്, അവിടെ ഇടൂല, കുറെ ദൂരം കൊണ്ടേറ്റേ ഇടുള്ളൂ. അത്രയ്ക്ക് ഐഡിയ ആണ്. ആർക്കും കിട്ടൂല. ഞാനൊരു കുഴി കുത്താൻ വേണ്ടി പോയിരുന്നു. ഈ പൈസ വെക്കാൻ വേണ്ടി പോയിരുന്നു. ആനക്കൊമ്പ് വിറ്റ് എത്ര ഉണ്ടായിരുന്നു? അത് 50 ലക്ഷം ഉണ്ടായിരുന്നു. എനിക്കിപ്പോ അതറിയില്ല എവിടെയാണെന്നു. കുഴിച്ചിട്ട് ശിവസേട്ടനാണോ? ഞാനാണ് കുഴിച്ചിട്ട്. നമ്മള് വിശ്വാസമായതിന്റെ പേരിൽ പിന്നെ ഇങ്ങനത്തെ സംഗതിക്കൊക്കെ കൊണ്ടുപോകും. എങ്ങനെ, ആരാ തന്നത് പൈസ? പൈസ തൃശ്ശൂർക്കാരാണ്. ശരി. അവര് ലോറി കയറ്റി വന്നെങ്ങാണ്ട് ആനക്കൊമ്പ് ലോറി കയറ്റി പോയി. പൈസ ഇതിൽ ഇത്ര ഉണ്ട് എന്നും പറഞ്ഞ് ചാക്കിൽ എണ്ണീറ്റൊന്നും നോക്കാം. ഈ 50 ലക്ഷം ഉറുപ്പ്യൊക്കെ എണ്ണണമെന്നുണ്ടെങ്കിൽ ടൈം എത്രയാവും? അങ്ങനെ ഞാനാണ് അത് കുഴിച്ചിടുന്നത്. ചേർത്തുകൂടി പോയി തന്നെ സ്ഥലം കാണിച്ചു തന്ന് ഞാൻ അവിടെ കുഴിച്ചിടുകയും ചെയ്തു. അപ്പൊ അടുത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവം. അങ്ങനെ DSPയും ടീമും കൂടിയിട്ട് ഞങ്ങള് കാന്തവയല് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോ അവിടെ ഒരു വീട്ടിൽ കയറി. കൗണ്ടർമാരാണ്. അപ്പൊ SP പറഞ്ഞേ, ഈ 3 മലയാളക്കാരെ പിന്നെ ഫസ്റ്റ് ബസ്സിന് കയറ്റി വിടണം, ഒരു 500 ഉറുപ്പ്യ വരെ കയ്യിലും കൊടുക്കണം. അയാൾ അതേമാതിരിക്ക് ചെയ്ത്. അങ്ങനെ കോയമ്പത്തൂർ എത്തിയപ്പോ ഇതിന്റെ ഒപ്പമുള്ള 2 മലയാളി, ഒന്ന് അരീക്കോട് രാമൻകുട്ടി, ഒന്ന് ചേലക്കര കുമാരൻ, ഇവര് അവരെ നാട്ടിലേക്കുള്ള ബസ് വന്നപ്പോ അതിൽ കയറിപ്പോയി. ഞാന് ഒരു ഷർട്ടും മുണ്ടും റെഡിമെയ്ഡ് എടുത്തുങ്ങാണ്ട് ഉക്കടൻ ലോറിപ്പേട്ടയ്ക്ക് പോയി. അവിടുന്നാണ് പിന്നെ അവിടെ ഡ്രൈവർ യൂണിയൻ ഓഫീസിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്നേഹിതന് കോയമ്പത്തൂര് സെലിവാവിരുത്തെ അദ്റുൽ റഹ്മാൻ എന്ന് അറിയും, അയാൾ വരുന്നത്. ഞാൻ മൂപ്പരോട് ഈ വീരപ്പൻ്റെ ഇരുന്ന് ചാടി വന്നതാണ്, ആരോടും നിങ്ങൾ പറയണ്ട. അങ്ങനെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കോയമ്പത്തൂര് RS പുരത്തുനിന്ന് ഒരു ചെട്ടിയാർ വരുന്നത്. 2 ഡ്രൈവറെ കിട്ടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത്രയും പറഞ്ഞ് പോവില്ലേ, പോവാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇവിടെ കർണാടക പോലീസ്, കേരളക്കാര് വീരപ്പൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഇവിടെ നാട്ടിലേക്ക് എത്തി എന്നുള്ള വിവരം കിട്ടി. അങ്ങനെ കർണാടക പോലീസിന്റെ വീട്ടിൽ വന്ന് ഒഴൂര് പുൽപ്പറമ്പ് വന്ന് അപ്പൊ പറഞ്ഞ് ഇവിടുന്ന് 3 കൊല്ലായി ആള് പോയിട്ട് നിന്ന്. ഉക്കടം ലോറിപ്പേട്ടയിൽ പോയിട്ട് അന്വേഷിച്ചാല് ഫുള്ള് ഡീറ്റെയിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കർണാടക പോലീസ് അവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ചെട്ടിയാരെ ലോറിയിൽ ഡ്രൈവറായിട്ട് പോയത് എന്നുള്ള വിവരം കിട്ടുന്നത്. അങ്ങനെ ഞങ്ങള് നാഗർകോവിലില് ഉരുളൻകിഴങ്ങ് ഇറങ്ങിയിട്ട് തൂത്തുക്കുടി വന്ന് യൂണിയൻ ഓഫീസ് ഉണ്ട് അവിടെ, ലോറി ബുക്കിംഗ് ഓഫീസ്. അവിടുന്ന് ഉപ്പിന്റെ കണ്ടത്തിന്റെ വേസ്റ്റ് കയറ്റി കോയമ്പത്തൂര് ACC സിമെന്റ് ഫാക്ടറിയിലേക്ക് ഉള്ള ലോഡാണ് കിട്ടിയത്. സിമെന്റ് ഫാക്ടറിന്റെ ഉള്ളിലേക്ക് ലോറിയാണ്ട് കടന്നതും ജീപ്പ് വന്നിങ്ങാണ്ട് ബ്ലോക്ക് ചെയ്ത്. എന്താ പേര് എന്ന് ചോദിച്ചു. ശിവദാസൻ എന്ന് പറഞ്ഞ്. താഴത്തേക്ക് ഇറങ്ങി വന്ന് ഇറങ്ങി അവര് ജീപ്പിലിട്ട് നേരെ സത്യമംഗലം ഇവരെ ബണ്ണാരി അമ്മാവൻ കോവില് ചിമ്പം ഫോറസ്റ്റ് ബംഗ്ലാവിലാണ് ഇവരെ ക്യാമ്പ്. അവിടെ കൊണ്ടുപോയി വാവാ മുഹമ്മദ് SP ആണ് പിടിച്ചതും. അയാൾ ചോദ്യം ചെയ്ത്, ഞങ്ങൾക്ക് ആനവേട്ടക്കാരെയും ചന്ദനത്തിന്റെ ആൾക്കാരെയും ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യം വീരപ്പനെയാണ്, അനവധി ആൾക്കാരെ കൊല്ലാനുള്ള പെർമിഷൻ ഞങ്ങൾക്കുണ്ട്. എവിടുന്ന് കണ്ട്, ഏത് റൂട്ടിൽ പോയി, ആരേറ്റെല്ലാം ബന്ധപ്പെട്ട്, എവിടെ കിടന്ന്
ഇതെല്ലാം പറയണം. അപ്പൊ ഞാൻ നിന്നെ DIGന്റെ അടുത്തേക്കാണ് കൊണ്ടുപോണത്. ഉള്ളത് പോലെ പറയണം. അല്ലാതെ നിന്റെ കാര്യം കട്ട പുകയാണ്. ഞാൻ DIGന്റെ അടുത്ത് ചെന്നപ്പോ മൂപ്പര് പറഞ്ഞ് ഇരിക്കാൻ, ഞാൻ ഇരിക്കുന്നില്ല, ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. നാളെ മുതൽക്ക് നീ കർണാടക STF ഇൻഫാമറാണ്, മാസം 12,000 ഉറുപ്പ്യ ചെലവ് വെച്ചിട്ട് തരും. അങ്ങനെയാണ് പോവുകയും ചെയ്തല്ലേ. അങ്ങനെയാണ്. പിന്നെ 6 മാസം അവരൊപ്പം നിന്നു. ചന്ദനത്തിന്റെ ഇതിന് വേണ്ടിയിട്ടാണല്ലോ ആദ്യം വയനാട് സുൽത്താൻ ബത്തേരി പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ അത്തരം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു 5,000 ആൾക്കാരെ മേലുണ്ട്. 50 ആള് പോവും, 50 ആള് വരുന്നു. ഡെയിലി ഇങ്ങനെ വന്നും കൊണ്ടിരിക്കല്ലേ. 2 ചന്ദന ഫാക്ടറിക്കല്ലേ സാധനം പോണത്. ഒരു ലോഡ്ജിൽ ഒരു റേഡ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താടാ ജോലി നിൽക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനപ്പണിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. എല്ലാവർക്കും പൈസയാണ്. 14 കിലോ ചന്ദനം പാറ്റിയാൽ 1 ലിറ്റർ ഓയിൽ കിട്ടും. അത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യാണ്. അപ്പൊ അന്ന് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ആനവേട്ട കുറച്ച് വീരപ്പൻ ചന്ദനത്തിലേക്ക് വരുന്ന ആദിക്ക് ചന്ദനം. ഓ അങ്ങനെയായിരുന്നു. ആനവേട്ട ആദിക്കേ ഉണ്ടായിരുന്നു. പിന്നെ ചന്ദനത്തിലേക്ക് ഇറങ്ങി. വീരപ്പൻ ചന്ദനം മുറുക്കിയ ഒന്നും ചെയ്യൂല. അതൊക്കെ 500,000 പണിക്കാരുണ്ട്. അവര് മുറുക്കിന് ചന്ദനം ചെത്തിന്, ലോറി വരുന്ന് പണിക്കാരാണ്ട് കയറ്റി വിടുന്നു. പിന്നെ ചന്ദനം ഒഴിവാക്കി ആനവേട്ട തുടർന്ന്. പിന്നെ ആനവേട്ടയിൽ നിർത്തി. വീരപ്പൻ ആനയെ വെടിക്കുന്നത് ശിവസട്ട് കണ്ടിട്ടുണ്ടോ? കുറച്ച് ദൂരത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഓടക്കാട്ടിലാണ്. അപ്പൊ ആന അങ്ങനെ തൂങ്ങി നിൽക്കുക. നമ്മളതിന് വെട്ടിപ്പൊളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആന നമ്മളെ മേത്തേക്ക് വീഴും. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 ആളാണ്. അവര് വീരപ്പൻ സംഘവും 8 ആളാണ്. അപ്പൊ 16 ആളായി. ഭക്ഷണ സാധനങ്ങൾ തീർന്നു. അപ്പോ വീരപ്പൻ ചോദിച്ച് നിലമ്പൂരിക്കാരൻ അയ്യപ്പനോട്, നിങ്ങൾ എവിടുന്നാണ് അരിസാധനം വാങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മൂക്കമ്പാളയത്തു നിന്നാണ്. ഒരു 50,000 ഉറുപ്പ്യ എടുത്തു കൊടുത്തത്. ഈ കഥേന്റെ താഴെയാണ് ആളുകൾ ചോദിച്ചതേ, അന്ന് 50,000 ഉണ്ടോ, അന്ന് 50,000 കൊടുത്തോ എന്നൊക്കെ പറഞ്ഞു കുറെ ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു. 50,000 എന്ത് മുട്ടാണ്. 1 കിലോ ആനക്കൊമ്പ് 3,000-നല്ലേ വെക്കുന്നത്. അപ്പൊ 1000, 1,500 കിലോനുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. 50,000-ന് എന്ത്? അത് ശിവസുബ്രഹ്മണ്യം പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഇതേ സംഭവം. അന്ന് അവിടുന്ന് 50,000 ആയിട്ട് മുങ്ങിയ കഥയൊക്കെ ശിവസേട്ടൻ പറഞ്ഞ തന്നെ ശിവസുബ്രഹ്മണ്യം പറയണ്ട. അല്ലാതെ നമ്മൾ നുണ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അതുപോലെ തന്നെ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അന്ന് ഒരു ഈ ഗൂഗിൾ പേ ചെയ്യുന്ന ഒരു കഥ ഇത് പറഞ്ഞിരുന്നില്ല. അത് ഇതിലൊരു സംശയം ആളുകൾ. അപ്പോ എത്തിയ ഉടനെ ഒന്നും അന്ന് ഗൂഗിൾ പേ ഇല്ലല്ലോ. അതെ. അവിടുന്ന് കുറെ കഴിഞ്ഞ് കച്ചവടമൊക്കെ ഒന്ന് വർദ്ധിച്ച് തോന ലോഡ് വളം വന്നതിന്റെ ശേഷമാണ് ഗൂഗിൾ പേ വരുന്നത്. ഈ ചന്ദനം വെട്ടാൻ പോകുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഒരു പുരുഷോത്തമനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ട് പോയിരുന്നല്ലേ. ആശാരി പുരുഷമാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നല്ലേ. ശരി. കർണാടക പോലീസ് പിടിക്കപ്പെട്ടിട്ട് ഞാനും ആശാരി പുരുഷോത്തമനൊക്കെ ഇൻഫർമേഷന്റെ ആൾക്കാരായിരുന്നു. അങ്ങനെ കുറച്ച് കൃഷ്ണൻകുട്ടി, മൂപ്പര് കൃഷ്ണൻകുട്ടി. അത് കർണാടക പോലീസ് 2 കാലും അടിച്ചു മുറിച്ച് ഈ ചിരട്ടയൊക്കെ പൊടിയായി. ജോലിക്കൊന്നും പോകാൻ വയ്യ. ആളവിടെ ഉണ്ട്. ആ സമയങ്ങളില് ഇവിടുന്ന് പോകുമ്പോ ഇവരൊക്കെ കൂടെ എല്ലാരും കൂടി ഒരുമിച്ചാ പോകുന്നത്? ഒരുമിച്ചു. ഇപ്പൊ ചന്ദന വഴികാട്ടിയാണ് മൂപ്പര് കൃഷ്ണൻകുട്ടി, ആശാരി പുരുഷു. കാട്ടിൽ കൊണ്ടുപോകും. തിരിച്ച് ചന്ദനമൊക്കെ വെട്ടി കെട്ടാക്കിയിട്ട് ഏറ്റിക്കൊണ്ടിരുമ്പോ അവരാ ഫ്രണ്ടിലുണ്ടാകുക, നമ്മള് ബാക്കിലും. ഈ പിന്നെ കാട്ടില് ഒരുപാട് ദിവസം താമസിച്ചിട്ടുണ്ടല്ലോ വീരപ്പന്റെ ഒക്കെ കൂടെ. രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ് ഒരു രീതികളൊക്കെ എങ്ങനെയാണ്? തീയിട്ടുണ്ടെങ്കിൽ ഒരു മൃഗവും നമ്മൾ കിടക്കുന്നിടത്തേക്ക് വരില്ല. ഈ പുകന്റെ സ്മെല്ലുണ്ടല്ലോ, അത് അവർക്ക് വേഗം മണം കിട്ടും. ഈ കാട്ടിലെ ഏറ്റവും അപകടം ഉള്ള ഒരു ജീവി എന്ന് പറയുന്നത് കരടിയാണ് അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കരടിയും പുലിയും നമ്മൾ ഒതിരിക്കുള്ളൂ. 4 ആളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെത്തിക്ക് വരില്ല. പിന്നെ പെട്ടെന്ന് നമ്മളൊരു വളവ് തിരിഞ്ഞു പോകുമ്പോ നമ്മൾ ഏറ്റുമുട്ടിയെങ്കിലേ നമ്മളെ മേത്തേക്ക് ചാടുള്ളൂ. പിന്നെ ആന എന്ന് പറഞ്ഞാൽ ഒറ്റയാനുണ്ട്. ഒറ്റയാന നേരെ വരും. ആ ഒറ്റയാന നേരെ വന്നൊരു അനുഭവം ഉണ്ട്. എന്താ? ഞങ്ങള് കൊടുക് കാട്ടിന്റെ ആ ഭാഗത്ത് നിന്ന് വരികയാണ്. വരുമ്പോ വീരപ്പം ഫ്രണ്ടിലാണല്ലോ, ഞാൻ ഏറ്റവും ബാക്കിലാണ്. ലഗേജ് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ കണ്ടിരിക്കുന്ന ഒരു സൗണ്ട്, ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഒരു ആന ഓടി വരിക ഞങ്ങളെ തമർത്താന്. അപ്പൊ ഞാൻ പറഞ്ഞു, അണ്ണ ആന വരുന്നെന്ന് പറഞ്ഞു. ആ മുന്നോട്ട് പോവാന്ന് പറഞ്ഞു.
ആ വരുന്ന വരവിൽ തന്നെ മൂപ്പര് വെടിവെച്ച്. കർണാടകന്റെ ആന എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവില്ല, ഒരു നീട്ടം കുറഞ്ഞ ആനയാണ്, അതിന് സ്പീഡ് കൂടും. അതപ്പം തന്നെ കൊമ്പ് 5 കിലോത്തിന്റെ കോടാലിയല്ലേ, തുമ്പിക്കൈയാണ്ട് അരിഞ്ഞിട്ട് ഒരു 4-5 വെട്ടാണ്ട് വെട്ടി ഇവിടുന്നാണ്ട് ഫ്രണ്ടേജ് ആണ്ട് തുറന്ന്, പിന്നെ ഈ സൈഡിലും ഒന്ന് ചെതുക്കിങ്ങാണ്ടേ കൊമ്പുണ്ട് എടുത്ത്. അത് 35 കിലോ ഉണ്ടായിരുന്നു. ഈ 5 മാസം നിന്നേല് ശ്വാസേട്ടൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോരുന്നതിന് മുന്നേ അവസാനമായിട്ട് വീരപ്പനെ കാണുന്നതും സംസാരിക്കുന്നതും എന്തായിരുന്നു? വീരപ്പനും കാര്യപ്പെട്ട സേത്തുക്കുളി ഗോവിന്ദനൊന്നും ഇല്ലാത്ത സമയത്താണല്ലോ ചാടിപ്പോരുന്നത്. അല്ല, അത് അവസാനം കാണുമ്പോ ആ ഞങ്ങൾ പോയിട്ട് വരാം, പുല്ലൂര് ഡാമിലേക്കാണ് പോണത്, ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ഇരിക്കാൻ, കാവക്കാരൊക്കെ ഉഷാറായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോഴല്ലേ മിലിറ്ററി വന്നിട്ട് വളയുന്നത്. കാവക്കാരൻ പറഞ്ഞതാ മോളിന്ന് ഞങ്ങൾ ഊട്ടി കീഴ് കോത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മല അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പം അതിലും വലിയ മല അപ്പുറത്തുണ്ട്, അവിടെ നിന്നാണ് മിലിറ്ററി കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇവർ വരുന്നത്. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ വീരപ്പനെ കണ്ടിട്ടില്ല, ഒരു ഉറുപ്പിയും കിട്ടിയിട്ടില്ല. ഒപ്പമുള്ള ആൾക്കാരോട് പറഞ്ഞാൽ ഞാൻ 5 മാസം നിന്ന 10 ലക്ഷം ഉറുപ്പ്യ തരാന്ന്. ഞാൻ അന്നേ പറഞ്ഞു എനിക്ക് 10 ലക്ഷവും വേണ്ട 20 ലക്ഷവും വേണ്ട, എനിക്കിൻ്റെ തടി കിട്ടിയാൽ മതി, ഇന്നെ റോഡ് സൈഡ് കൊണ്ടുവന്നിട്ട് വിടണം. അപ്പോഴാണല്ലോ മൂപ്പര് പറയുന്നത് എൻ്റെ കയ്യിൽ എന്താ ഇരിക്കണമെന്ന് അറിയുമെന്ന്. അനവധി ആൾക്കാരെ ഞാൻ കൊന്നിട്ടുണ്ട്, പിന്നെ നിന്നെ കൊല്ലാൻ എന്താണ് എനിക്ക് ബേജാറെന്നാ. അങ്ങനെ അയാളപ്പം പിടിച്ചിട്ടുള്ളത്. ആ 10 ലക്ഷവും കിട്ടിയതുമില്ല. 10 ലക്ഷം പോയിട്ട് ഒരു ഉറുപ്പിയും കിട്ടിയില്ല. കർണാടക STF ഇൻഫോമറായിട്ട് നിന്നപ്പോൾ 6 മാസം 12,000 ഉറുപ്പ്യ വെച്ചിട്ട് അവര് തന്നു. ഇയാളൊരു സംഭവം തന്നിരുന്നു, മിലിറ്ററി വളഞ്ഞിട്ടില്ലെങ്കിൽ. അത്ര മോശക്കാരനൊന്നും അല്ല ആളുക, പൈസ ഇഷ്ടമായി ഉണ്ടല്ലോ. ഓരോ ആദിവാസികളും വന്നിട്ട് മക്കളെ കെട്ടിക്കണം, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങണം, പെര കയറ്റണം എന്ന് പറയുമ്പോഴൊക്കെ അയാൾ 25,000, 10,000, 50,000 കൊടുക്കുന്ന ആൾക്ക് അതേമാതിരിക്ക് നമുക്ക് തന്നിരുന്നു. പക്ഷെ അയാളില്ലാത്ത സമയത്തല്ലേ മിലിറ്ററി വളഞ്ഞത്, പിന്നൊരു രക്ഷയില്ലല്ലോ. പിന്നീട് ആ കുഴിച്ചിട്ട പൈസക്ക് വേണ്ടിയിട്ട് എവിടെയും നോക്കുന്നതിന് ചെയ്തിരുന്നോ? അത് ആ നാട്ടിലത്തെ ആൾക്കാർ, അനവധി ആൾക്കാർ നോക്കിയിരിക്കണ്, കിട്ടൂല. അത്രയ്ക്ക് സൂത്രപരമായിട്ടാണ് ഇത് കുഴിച്ചിടുന്നത്. അവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അവരിപ്പോൾ ഇല്ലേനും. പിന്നെ പഴയ പൈസയാണ്, ഇനി കിട്ടിയിട്ടും കാര്യമില്ല. ഈ ആനക്കൊമ്പുകളൊക്കെ അങ്ങനെ എവിടെയെങ്കിലും ശേഖരിച്ചു വെക്കുക അതൊന്നുമില്ല, എല്ലാം അപ്പൊ തന്നെ കയറ്റി വിടുകയായിരുന്നു? ഇല്ല, 1000-1500 കിലോന് അതിൻ്റെ ശേഷം കൊടുക്കുള്ളൂ, അതൊക്കെ കുഴിച്ചിടും. ഇൻഫർമേഷന് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല ഭാഗത്തും കുഴിച്ചിട്ട് ആനക്കൊമ്പെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. തൃശ്ശൂർക്കാർ വീരപ്പനെ കണ്ടിട്ട് ആനക്കൊമ്പ് വേണമെന്നല്ല പറയുക, അവര് അള്ളി ഗ്രാമങ്ങളിൽ വീരപ്പൻ്റെ ആൾക്കാരുണ്ട്, അവരോട് പറയും, അവര് വീരപ്പനോട് വന്നിട്ട് പറയും പിന്നെ നക്കീര RR ഗോപാല് ഇന്ന ദിവസം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന്. നക്കീരൻ ബുക്ക് സ്റ്റാൾ ഉണ്ട്, നക്കീരൻ ബുക്ക് സ്റ്റാളിൽ വിവരം കൊടുക്കും, ബുക്ക് സ്റ്റാൾ വന്നങ്ങാണ്ട് ഗോപാലിന് വിവരം കൊടുക്കും. അപ്പോൾ അതാണല്ലോ പിന്നെ SP കടത്തി വെച്ച സമയത്ത് RR ഗോപാല് പുല്ലൂരിൽ ഡാമിലേക്ക് വന്നത്, ആ ഇൻഫർമേഷനാണ്. അങ്ങനെയാണ്. ഈ 5 മാസത്തിന്റെ ഇടയ്ക്ക് ശിവാസേട്ടന് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞ കുറെ കഥകൾ ഉണ്ടായിരുന്നു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായത് വീരപ്പനുമായിട്ടൊരു വല്ലാത്ത ആത്മബന്ധം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അയാളൊരു ശുദ്ധ മനുഷ്യനാണ്, ദൈവവിശ്വാസിയാണ്. ഒരു 3/4 മണിക്കൂർ നേരമെങ്കിലും ദൈവത്തിനെ പ്രാർത്ഥിക്കും. മൂപ്പരെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആളെ തട്ടും. ആളെ 5 പേരെ അവിടെ പോയിട്ട് കയ്യും കൂടിയിട്ടാണ് ചാക്കും നൂലുകൊണ്ട് കെട്ടുക. എന്നോടാണ് കെട്ടാൻ അവിടുന്ന് ഓർഡർ, അവിടെ നിന്ന് പുറപ്പെട്ട് വരുമ്പോഴേ. അപ്പൊ ഞാൻ 5ാമത്തെ ആളെ കൈ കെട്ടി കഴിഞ്ഞിട്ടില്ല, അപ്പോത്തിന് ആ തലക്കന്ന് വെടിവെച്ച് വരേക്കാൻ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ നെഞ്ചിന്ന് ചോര കണ്ട് പൈപ്പിൽ തൂറ്റുന്നമായിരിക്കാണ് എൻ്റെ നെഞ്ഞത്ത് തൂറ്റിയത്. അന്ന് കുളിക്കാനും പറ്റിയില്ല, ആകെ ഷർട്ട് ചോരയിൽ കുളിച്ചു പോയി. പിറ്റേ ദിവസമാണ് കുളിക്കുന്നത്. ഗദ്ദശാല ആ സ്ഥലത്തിന്റെ പേര്.
അന്നത്തെ കാലത്ത് വീരപ്പന്റെ കൂടെ നിന്ന സമയത്ത് ഈ കുടുംബത്തിനെയും നാട്ടുകാരെ കുറിച്ച് വീരപ്പന്റെ ഒരു വ്യൂ എങ്ങനെയായിരുന്നു? എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? അത്ര സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ ആണോ എല്ലാം അയാൾ പറഞ്ഞു, ഞാൻ അണ്ണാച്ചി നിരപരാധിയാണ്, ഊരിലത്തെ കൗണ്ടന്മാരും MLA ഇവരൊക്കെ കൂടിയിട്ട് ഇവരാണ് എൻ്റെ വരുമാനം കംപ്ലീറ്റ് തിന്നണത്, ഇവരെ കയ്യിലാണ് ചന്ദനത്തിൻ്റെ ആനക്കൊമ്പിൻ്റെയും പൈസ വരിക, അവിടുന്ന് കുറച്ച പൈസയാണ് ആൾക്കാരെത്തി കൊടുത്താക്കിയ കാട്ടിലേക്ക്. അങ്ങനെ ശത്രുവായി അവര്. ഞാൻ ആദ്യം ഒരു 4 ആളെ കൊന്ന് ഇന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവര് നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആദിക്ക് ഞങ്ങളെ നാട്ടിലത്തെ അമ്പലത്തിക്ക് ഒത്തുതീരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിങ്ങാണ്ട് അമ്പലത്തിട്ടിട്ട് അവര് 4 ആളെ കൊന്നു. ഇതൊക്കെയാണ് അയാൾ പറഞ്ഞത്. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് നമ്മൾ അന്നിരുന്ന് സംസാരിച്ചതിന് ശേഷം ഇത് ജനങ്ങളിലേക്ക് എത്തിയിട്ട് പിന്നെ എന്തായിരുന്നു, ആളുകൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി? പലവരും വിളിക്കും, പലവരും അതാ പോണു വീരപ്പൻ എന്ന് പറയും. 10-15 ആൾക്കാർ ഗൾഫിന്ന് വിളിച്ചു. പിന്നെ ഈ മൊത്തത്തിൽ മലപ്പുറം ജില്ല മൊത്തത്തിൽ ഇത് അറിഞ്ഞല്ലേ സംഭവം. മഞ്ചേരിയിൽ നിന്ന് വിളിക്കും, കോട്ടക്കലിൽ നിന്ന് വിളിക്കും. കോട്ടക്കൽ നിന്ന് ഒരു 5 ആള് കാണാൻ വന്നു. ഞാൻ വലിയ ഭാഗ്യവാനാണ്, ചില്ലറക്കാരനല്ല. ഇവിടെ 2 പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള സമയത്തല്ലേ വീരപ്പന്റെ ഒപ്പം പെടുന്നത്. 6 പ്രാവശ്യം വെടികൊണ്ട് മരിക്കേണ്ടതല്ലേ ഞാൻ ആദിക്ക് താമസിക്കുന്ന ആ വീടതാ. അവിടെ 3 വീടാണുള്ളത്. അതിലത്തെ നടുവിലത്തെ ഒല വീടാണ് എൻ്റെത്. 19 കൊല്ലമാണ് അവിടെ താമസിച്ചത്. എന്നതിൻ്റെ ശേഷം 6 കൊല്ലം മുമ്പെയാണ് പണി തീരാത്തൊരു പെരയും 5 സെന്റും കൂടി മേടിക്കുന്നത്. ഇപ്പൊ 10 സെന്റിലാണ് താമസം. ദൈവം സഹായിച്ചിട്ട് ഇപ്പൊ റാഹത്താണ്. എന്താ പറഞ്ഞ് മിലിറ്ററി പിന്നെ AK-47 ഞങ്ങളെ വളഞ്ഞിട്ട് അതൊന്ന് ഊരിപ്പോരുക എന്ന് പറഞ്ഞാൽ ചില്ലറയാണ്. ലാസ്റ്റ് എന്നെ വെടിവെക്കാൻ നിന്ന് ആളെ വീരപ്പൻ വെടിവെച്ചു വന്നു. അവിടെയൊക്കെ മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് പുഴുവായി വല്ല മൃഗങ്ങളും തിന്നുങ്ങാണ്ട് പിന്നെ പെരക്കാര് പറയും ഇങ്ങനെ തമിഴ്നാട് പോയതാണ്, ആള് വന്നിട്ടില്ല എന്ന്. 93-ലല്ലേ തിരിച്ചെത്തിയത് ഏകദേശം. പക്ഷെ അതിനുശേഷം ഇത്രയും കാലല്ലായിരുന്നോ? ആരോടും പറഞ്ഞില്ല? ഇല്ല. പറയാതിരിക്കാൻ കാരണം വീരപ്പൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് 5 ആളെ കൊന്നില്ലേ, അതിന് പിന്നെ ഞാന് സാക്ഷിയാകേണ്ടി വരും, മാപ്പ് സാക്ഷിയാകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. വീരപ്പൻ മരിച്ചതിന്റെ ശേഷമാണ് പിന്നെ ഫുള്ള് ധൈര്യമായി. ഇന്ന ഒരു കർണാടക പോലീസും തമിഴ്നാട് പോലീസും തെരഞ്ഞു വരൂല. ആ കഥ തന്നെ അവസാനിച്ചില്ലേ. വീരപ്പനും സംഘവും മരിച്ചു പോയില്ലേ. ഞാൻ കഥയില്ല, കേസും ഇല്ലല്ലോ. ഇനി നമുക്ക് നമ്മളെ അനുഭവ കഥകള് ആരോടും പറയാം. ഇപ്പൊ അത് ഈ ഒരു സമയത്ത് ഇങ്ങനെ പറയാതെ ഇത്രയും വലിയൊരു സംഭവത്തിന്റെ കൂടെ ആയിരുന്നു, ആരോടും പറയാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നോ മൈൻഡിൽ? അത് പറയാഞ്ഞത് ഇതാണ്, വീരപ്പൻ ജീവിച്ചിരിക്കുമ്പോ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 ആള് മരിച്ചതിന് ഞാനായിരിക്കും സാക്ഷി, ഞാനല്ലേ കൈയ്യെട്ടുന്നത്. അടുത്ത സുഹൃത്തുക്കളോട് ഒന്നും പറഞ്ഞില്ല? ഇല്ലല്ല, വീട്ടിൽ പറഞ്ഞില്ല, ഭാര്യനോടൊന്നും പറഞ്ഞില്ല? ഇല്ല, മൊത്തത്തിൽ ഇവിടെ അറിയാം. വീരപ്പന്റെ ഒപ്പം ആള് പോയിരുന്ന് അവിടെ ജോലി ചെയ്തിരുന്ന് അവിടുന്ന് ചാടിപ്പോന്നാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ചാനലുകാര് വന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ അവർക്ക് വിശ്വാസമായത്. കാട്ടിൽ കിടക്കുന്ന വീരപ്പന്റെ ഒപ്പം ഇവിടെ തിരൂര് കിടക്കുന്നവൻ എങ്ങനെ എത്തിപ്പെടും, വെറുതെ പറയണമെന്നാ പറഞ്ഞത്. ഇപ്പൊ ചാനലിൽ വന്നപ്പോ എന്റെ കഥകളെല്ലാരും കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും വിശ്വാസമായി. മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, കർണാടകത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ഫസ്റ്റ് പറയാനുള്ള ശിവസുബ്രഹ്മണ്യല്ലേ? പറഞ്ഞോളൂ, കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കൊണ്ടു എന്ന് പറഞ്ഞു മൂപ്പര്. പുള്ളി പറഞ്ഞിട്ട് റെഡി പറയുകയാണ് ചെയ്തില്ല. ആദ്യം വരുന്നത്. ശിവസേട്ടനെ നമ്മൾ ആദ്യത്തെ ഒരു എപ്പിസോഡ് ചെയ്തു, 2 എപ്പിസോഡ് ചെയ്തു. അതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങള്, സംശയങ്ങളൊക്കെ ഞങ്ങൾ കുറെയൊക്കെ ശിവസേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ പലരും ശിവസേട്ടൻ പറയണതൊക്കെ ശരിയാണോ എന്നായിരുന്നു. അതിനുള്ള മറുപടിയും ശിവസേട്ടൻ പറഞ്ഞു. അപ്പൊ ഈ പറയുന്നതൊക്കെ സത്യമാണ്. ശിവസേട്ടൻ പറയുന്നു. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ശരിക്കും കാട് നിറച്ച് ചന്ദനായിരുന്നു. കാട് റബ്ബർ എസ്റ്റേറ്റ് നിൽക്കുന്നമായിരിക്കല്ലേ ചന്ദന, മൊത്തം ചന്ദനം. ലക്ഷക്കണക്കിന് ടെന്നാണ് ഈ സുൽത്താൻ ബത്തേരി ചന്ദന ഫാക്ടറിയിൽ കൂട്ടിയിട്ടുള്ളത്. അതൊക്കെ അവരൊക്കെ കോടീശ്വരന്മാരായിട്ടുണ്ടാവും. ഫാക്ടറിയുള്ള ആളൊക്കെ രക്ഷപ്പെട്ടില്ലേ? ഫാക്ടറിയുള്ള ഈ പുരുഷൻ എന്ന് പറയുന്ന ആള് പുള്ളി രക്ഷപ്പെട്ടിട്ടില്ല. ആ ചന്ദനം തലയിൽ ചുമന്നിട്ട് വന്നിട്ട് അത് തൂക്കം കൊടുത്താൽ പൈസ മേടിച്ചാൽ കുളിക്കുന്നതിന്റെ മുന്നേ നേരെ ബാറിലേക്കാണ് പോവുക. പിന്നെ വണ്ടി പണിക്ക് തന്നെ പോയല്ലേ? ശരിക്കും അന്ന് വീട്ടിലേക്ക് വന്നോളായിരുന്നു. പൈസ ഉണ്ട്.
പൈസ 3 കൊല്ലമായിട്ട് പോയിട്ട് നമ്മളോട് കൈ 3 കൊല്ലം വെച്ചാൽ 3 കൊല്ലത്തില് 5 മാസം വീരപ്പന്റെ അവിടെ ആദ്യം മുതൽ തന്നെ 3 കൊല്ലം. ഇന്നിപ്പോ വീരപ്പന്റെ അടുത്ത് ചാടി വന്നങ്ങാണ്ട് ഞാനും കണ്ട് വന്നിട്ടില്ല. കർണാടക പോലീസ് പൊക്കിയില്ലേ.